ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറാണ്. ഇവിടെ നിന്നാണ് വിഴിഞ്ഞത്തുള്ളവരും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മത്സ്യഗ്രാമങ്ങളിലുള്ളവരും മൺസൂൺ കാലഘട്ടങ്ങളിൽ സാധാരണ കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അതിസങ്കടകരമായ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുകയാണ്. പൂന്തറ സ്വദേശിയായ ആൻ്റണിയുടെ വള്ളത്തിൽ നിന്ന് 2 എഞ്ചിനുകളുടെ 4 ടാങ്ക്, 2 പെട്രോളും 2 മണ്ണെണ്ണയും ഉൾപ്പെടുന്നതാണ്. ഏകദേശം 60 ലിറ്ററോളം മണ്ണെണ്ണയും പെട്രോളും ഇതിനകത്തുണ്ടായിരുന്നു. രണ്ടിലുമായിട്ട് ഏകദേശം 100-120ഓളം ലിറ്റർ എണ്ണയുണ്ടായിരുന്നു. അവിടെ കാവൽക്കാരുണ്ടായിരുന്നിട്ടും ഈ മണ്ണെണ്ണയും പെട്രോളും ടാങ്ക് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഈ 4 ടാങ്ക് ഉൾപ്പെടെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത്തരം പ്രവൃത്തികളിലോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് നല്ല പ്രവണതയാണ്. പാവപ്പെട്ടവൻ്റെ വള്ളത്തിലുള്ള ടാങ്ക് ഉൾപ്പെടെയുള്ള മണ്ണെണ്ണയും പെട്രോളും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യുന്നവരെ എന്ത് ചെയ്യാനാണ്? എന്തായാലും ആൻ്റണി വിഴിഞ്ഞം കോസ്റ്റൽ പോലീസിലും മറ്റ് ഫിഷറീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ കള്ളനെ പൊക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വള്ളത്തിലെ ഇന്ധനം മോഷണം പോയത് കാരണം അന്നം മുട്ടിയത്, പട്ടിണിയിലാകുന്നത് 12ഓളം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബമാണ്. ഇത്തരം നീചപ്രവൃത്തി ചെയ്യുന്നതിലൂടെ എത്ര പേരുടെ വയറ്റത്താണ് അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണേ. അവർ രാത്രി 10 മണി 12 മണി സമയങ്ങളിലാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ച് കാത്തിരിക്കുന്നത് അവരുടെ ഊഴത്തിനായിട്ട്, ഹാർബർ വഴി കടലിലോട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ വന്നവരെല്ലാം അപ്പാടെ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ വന്നവരാണ്. അപ്പാടെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു മോഷണത്തിലൂടെ അവർ നേരിടേണ്ടി വന്നത്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇങ്ങനെ കൂടെ ജോലിക്ക് പോകുന്നവരുടെ തൊട്ടടുത്തുള്ള വള്ളങ്ങളിലെ എണ്ണയും മറ്റ് സാധന സാമഗ്രികളും മോഷ്ടിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?